Dear students, today's topic interrupt processing in microcontroller 8051. Objective to understand interrupt processing in microcontroller 8051. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻട്രപ്റ്റ് എന്താണെന്നും എത്ര ടൈപ്പ് ഉണ്ടെന്നും 8051 മൈക്രോ കൺട്രോളറിൽ എത്ര ടൈപ്പ് ഇൻട്രപ്റ്റ്സ് ഉണ്ടെന്നും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഒരു കുറേ സ്റ്റെപ്സാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ആക്ഷനാണത്. അപ്പോൾ അത് നമുക്ക് 1 by 1 ആയിട്ട് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് ഓക്കർ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് സോഫ്റ്റ്വെയർ ആകാം അല്ലെങ്കിൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ആകാം, എന്ത് തന്നെയായാലും ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് എനേബിൾഡ്, ആ ഇൻട്രപ്റ്റ് കറക്റ്റായിട്ട് എനേബിൾ ചെയ്തിട്ടുണ്ട്. എനേബിൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എനേബിൾ ആക്കിയിരിക്കണം കൺട്രോളറിൽ. അതിന് കറസ്പോണ്ടിങ് ഒരു രജിസ്റ്റർ ഉണ്ട്, ഇൻട്രപ്റ്റ് എനേബിൾ രജിസ്റ്റർ. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിയുമ്പോൾ മൈക്രോ കൺട്രോളർ അത് അതിൻ്റെ കറണ്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, 1 by 1 ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു ഇൻട്രപ്റ്റ് വരിക. അപ്പോൾ ആ കറണ്ട് ഇൻസ്ട്രക്ഷൻ, അപ്പോൾ ഏത് ഇൻസ്ട്രക്ഷനിലാണോ അത് എക്സിക്യൂഷൻ നടക്കുന്നത് ആ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, നമ്മൾ മൈക്രോ കൺട്രോളർ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റോർസ് ദി അഡ്രസ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് എന്നാണ്. വെച്ചാൽ ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഫംഗ്ഷൻ. പ്രോഗ്രാം കൗണ്ടർ ഏത് ഇൻസ്ട്രക്ഷനെയാണോ പോയിൻ്റ് ചെയ്യുന്നത്, ഏത് മെമ്മറിയാണോ പോയിൻ്റ് ചെയ്യുന്നത് ആ മെമ്മറിയിലാണെന്നാണ് മൈക്രോ കൺട്രോളർ അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ മൈക്രോ കൺട്രോളർ ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം സ്വാഭാവികമായിട്ടും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാകുന്ന അഡ്രസ്സ് ഏതാണ്? അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ്. സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണല്ലോ, 1 by 1 ആയിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാണ്. അത് കൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസിലും ആയിരിക്കും. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻട്രപ്റ്റ് വരുന്നു. ആ സമയം പ്രോഗ്രാം കൗണ്ടറിൻ്റെ അകത്തുള്ള അഡ്രസ്സ് ഏതാണ്? തൊട്ടടുത്ത് ഏത് ഇൻസ്ട്രക്ഷനാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. പക്ഷേ ഇൻട്രപ്റ്റ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ ഇൻട്രപ്റ്റ് പ്രോഗ്രാം ഏതാണോ അത് എക്സിക്യൂട്ട് ചെയ്യണം. അതിനാണ് പ്രയോറിറ്റി. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കൺട്രോളർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുമായിരിക്കുമല്ലോ, ആ കറണ്ട് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഇൻട്രപ്റ്റ് പ്രോഗ്രാം ഏതാണോ അത് വർക്ക് ചെയ്യാനായിട്ട് പോകും. അപ്പം അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ ഇൻസ്ട്രക്ഷൻ ഇൻട്രപ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ ആയിട്ട് ഈ മെയിൻ പ്രോഗ്രാമിൽ തന്നെ തിരിച്ച് വന്നിട്ട് എവിടെയാണോ നിർത്തി വെച്ചിട്ട് പോകുന്നത് അതിൻ്റെ അടുത്ത തൊട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അതിൻ്റെ അടുത്ത അഡ്രസ്സ് ഇപ്പം ആരുടെ കയ്യിലുണ്ട്? പ്രോഗ്രാം കൗണ്ടറിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇൻട്രപ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആര് വേണം? പ്രോഗ്രാം കൗണ്ടർ വേണം. ഒരു ഇൻട്രപ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇൻട്രപ്റ്റ് പ്രോഗ്രാം എന്നല്ല, എന്ത് ഫംഗ്ഷൻ മെമ്മറിയിൽ നിന്ന് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും ഏത് മെമ്മറിയിൽ നിന്നാണോ എടുക്കേണ്ടത് ആ മെമ്മറിയുടെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന ആളാണ് പ്രോഗ്രാം കൗണ്ടർ. അപ്പം വേറൊരു ലൊക്കേഷനിൽ പോയിട്ടൊരു പ്രോഗ്രാം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിൽ വേണം, എന്നാൽ മാത്രമേ കൺട്രോളറിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പ്രോഗ്രാം കൗണ്ടറിൽ ഈ ഇൻട്രപ്റ്റ് വരുന്ന സമയം അത് ഹോൾഡ് ചെയ്യുന്നത് തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ്. പക്ഷേ ഇൻട്രപ്റ്റ് ചെയ്യാൻ പോയേ പറ്റുള്ളൂ. സോ അതുപോലെ തന്നെ ഇൻട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നിൽക്കുന്നിടത്ത് തിരിച്ച് വന്ന് ബാലൻസ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യണം, അല്ലേ? അപ്പം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോളർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻട്രപ്റ്റ് വരുന്ന സമയത്ത് ആ പ്രോഗ്രാം കൗണ്ടറിൽ ഇരിക്കുന്ന അഡ്രസ്സ് എന്ന് വെച്ചാൽ ഏതായിരിക്കും? ഇൻട്രപ്റ്റ് ചെയ്തിട്ട് തിരിച്ച് വന്ന് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സായിരിക്കും, അല്ലേ? അപ്പോൾ ആ അഡ്രസ്സിനെ കൊണ്ടുവന്ന് സ്റ്റാക്ക് എന്ന് പറയുന്ന മെമ്മറിയിലേക്ക്, സ്റ്റാക്ക് എന്താണെന്നൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സ്റ്റാക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്തിട്ട്
ഇൻട്രപ്റ്റ് പ്രോഗ്രാം ഏതാണോ ആ പ്രോഗ്രാമിൻ്റെ അഡ്രസ്സ് പി സിയിലേക്ക്, ദാറ്റ് ഈസ് പ്രോഗ്രാം കൗണ്ടറിലേക്ക് ലോഡ് ചെയ്യും. ലോഡ് ചെയ്തിട്ടാണ് പോയി ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എന്താവും, മൈക്രോ കൺട്രോളർ പിന്നെ ഏത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, ആ ഇൻട്രപ്റ്റ് പ്രോഗ്രാം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇൻട്രപ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, അതും ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും, ഇൻട്രപ്റ്റ് റിട്ടേൺ ആയിരിക്കും. റിട്ടേൺ ഇൻട്രപ്റ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മൈക്രോ കൺട്രോളറിന് മനസ്സിലാവും ഇൻട്രപ്റ്റ് പ്രോഗ്രാം തീർന്നു, ഇനി എവിടേക്ക് പോകണം, മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോകണം, റിട്ടേൺ ആവണം എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതാണ് ഈ ഒരു രീതിയിലാണ് ഇൻട്രപ്റ്റ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിന് നമുക്ക് പല പല സ്റ്റെപ്പായിട്ട് ആണതുള്ളത്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ദ മൈക്രോ കൺട്രോളർ കംപ്ലീറ്റ്സ് ദ കറൻ്റ്ലി എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ ആൻഡ് സേവ്സ് ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് പി സി, ഓൺ ദി സ്റ്റാക്ക്. ഇത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ്, ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എവിടെ ഉണ്ടാവും, പി സിയിൽ ഉണ്ടാവും. അതിനെ ചില പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവും. അതിനെ എവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും, സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ മൈക്രോ കൺട്രോളർ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ദ മൈക്രോ കൺട്രോളർ ഓൾസോ സേവ്സ് ദ കറണ്ട് സ്റ്റാറ്റസ് ഓഫ് ഓൾ ദ ഇൻട്രപ്റ്റ്സ് ഇൻറ്റേർണലി. ഒരു ഇൻട്രപ്റ്റ് ഇപ്പം വന്നിട്ടുള്ളൂ, ഒരു ഇൻട്രപ്റ്റ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഒരു സമയം ഒന്നിൽ കൂടുതൽ ഇൻട്രപ്റ്റ് വരാം അല്ലേ. പക്ഷേ അതിനൊരു പ്രയോറിറ്റി ഉണ്ട്. അത് നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ പ്രയോറിറ്റി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കും. മൈക്രോ കൺട്രോളർ ഒരു ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് വേറെ ഏതൊക്കെ ഇൻട്രപ്റ്റ് ക്യൂവിലുണ്ടോ അതെല്ലാം, അതിൻ്റെ എല്ലാം സ്റ്റാറ്റസ് ഇൻറ്റേർണലി സേവ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് സ്റ്റാക്കിലല്ല, അല്ലാണ്ട് സേവ് ചെയ്തിട്ടാണ് പോവുക. അതുപോലെ തന്നെ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മൈക്രോ കൺട്രോളർ ജംപ്സ് ടു ദി മെമ്മറി ലൊക്കേഷൻ ഓഫ് ദി ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ ദാറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദി ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്. ഒരു ഇൻട്രപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്മോൾ പ്രോഗ്രാം കാണും, അതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ഇൻട്രപ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പ്രോഗ്രാം ഉണ്ടാവും. അത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു മെമ്മറിയുടെ ഒരു പാർട്ടിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കറസ്പോണ്ടിങ് ഇൻട്രപ്റ്റ് വരുമ്പം ആ പ്രോഗ്രാം തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മൈക്രോ കൺട്രോളറിൽ 5 ഇൻട്രപ്റ്റ് ഉണ്ടെങ്കിൽ, 8051 5 ഇൻട്രപ്റ്റ് ഉണ്ടെങ്കിൽ ഈ 5 ഇൻട്രപ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് 5 പ്രോഗ്രാം ഇതിൻ്റെ മെമ്മറിയിൽ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിയുമ്പോൾ ആ ഇൻട്രപ്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും മൈക്രോ പ്രോസസ്സർ. എന്നിട്ട് അത് എവിടെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിളുണ്ട് മെമ്മറിയിൽ. ആ ടേബിളിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടേബിളിനകത്ത് ഈ 5 ഇൻട്രപ്റ്റിൻ്റെയും സ്റ്റാർട്ടിങ് അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. നമുക്കറിയാം നമ്മുടെ മെമ്മറിയിൽ, നമ്മുടെ മൈക്രോ കൺട്രോളറിൻ്റെ മെമ്മറിയിലാണ് ഈ ഇൻട്രപ്റ്റ് പ്രോഗ്രാംസ് എല്ലാം സേവ് ചെയ്തിരിക്കുന്നത്. 8051 ആണെങ്കിൽ 5 ഇൻട്രപ്റ്റ് ആണുള്ളത്. അപ്പോൾ 5 പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ഈ 5 പ്രോഗ്രാമും മെമ്മറിയുടെ പല ഭാഗത്തേക്കായിട്ടായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുക. അപ്പോൾ ഓരോ പ്രോഗ്രാമിൻ്റെയും മെമ്മറി ലൊക്കേഷൻ, ഓരോ ഇൻട്രപ്റ്റ് പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് അഡ്രസ്സ്, ആ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോർഷനാണ് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം നേരെ മൈക്രോ കൺട്രോളർ പോകുന്നത് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിലേക്കാണ്. ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിൽ നിന്നും ആ വന്നിരിക്കുന്ന ഇൻട്രപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പോർഷൻ, ആ മെമ്മറിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചില എവിടെയാണ് ആ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്നുവെച്ചാൽ ആ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിൽ നിന്ന് എടുക്കും. എവിടേക്കാണ് അത് ലോഡ് ചെയ്യുക, പി സിയിലേക്ക്, പ്രോഗ്രാം കൗണ്ടറിലേക്ക് ആ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എന്നിട്ട് എങ്ങോട്ടേക്കാണ് പോവുക, അവിടുന്ന് പി സിയിലേക്ക് ലോഡ് ചെയ്തതിന് ശേഷം ആ അഡ്രസ്സിലേക്ക് ആര് മൂവ് ചെയ്യും, പ്രോഗ്രാം കൗണ്ടർ ആ അഡ്രസ്സിലേക്ക് മൈക്രോ കൺട്രോളർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകും. ചില പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഏത് അഡ്രസ്സാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ അഡ്രസ്സിൽ നിന്നായിരിക്കും മൈക്രോ കൺട്രോളർ എക്സിക്യൂഷൻ ചെയ്യുക, അങ്ങോട്ടേക്ക് പോകും. മൈക്രോ കൺട്രോളർ അവിടുന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഇൻട്രപ്റ്റ് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും.
കാര്യം എന്താണ് ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻ എന്ന് വെച്ചാൽ എന്താണ് ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലർ പ്രോഗ്രാമാണ്, ഇൻറ്ററപ്റ്റ് പ്രോഗ്രാമാണ്. ഒരു ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അവിടേക്ക് പോയി എന്നിട്ട് ഇനി എന്താ ചെയ്യണേ, അവിടെ ആ കിടക്കുന്ന ഇൻറ്ററപ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. ആ ഇൻറ്ററപ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ദ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് എന്താണ്, RETI, റിട്ടേൺ ഫ്രം ഇൻറ്ററപ്റ്റ്. അതാണ് ആ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മൈക്രോ കൺട്രോളറിന് മനസ്സിലാവും ഇൻറ്ററപ്റ്റ് പ്രോഗ്രാം തീർന്നു. ഇനി എന്ത് ചെയ്യണം, അത് എവിടെ വെച്ചാണോ ഇൻറ്ററപ്റ്റിലേക്ക് വന്നത് അവിടേക്ക് തിരികെ പോകണം അല്ലേ. അപ്പോൾ തിരികെ പോകണമെങ്കിൽ എന്ത് വേണം, തിരിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഇറ്റ് ഗെറ്റ്സ് ദ പ്രോഗ്രാം കൗണ്ടർ അഡ്രസ് ഫ്രം ദി സ്റ്റാക്ക് ബൈ പോപ്പിംഗ് ദി ടോപ്പ് ബൈസ് ഓഫ് ദ സ്റ്റാക്ക് ഇൻ ടു ദി PC. അപ്പോൾ നേരെ എവിടെ വന്നു, സ്റ്റാക്കിൽ വന്നിട്ട് സ്റ്റാക്കിൽ നിന്ന് എന്താണ് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് നേരത്തെ പുഷ് ചെയ്തിട്ടാണ് പോയത് അല്ലേ. പുഷിംഗ് എന്ന് വെച്ചാൽ എന്താണ്, റൈറ്റിംഗ് ഓൺ ടു ദ സ്റ്റാക്ക്. സ്റ്റാക്ക് മെമ്മറിയിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പുഷ്. അതുപോലെ തന്നെ റീഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പോപ്പ്. അപ്പോൾ നേരത്തെ നമ്മൾ പുഷ് ചെയ്തിട്ടാണ് പോയത്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ, അവിടുന്ന് ആ സ്റ്റോർ ചെയ്ത ഡേറ്റയെ അതിൻ്റെ ടോപ്പ് പോർഷനിലായിരിക്കും ഇരിക്കുക. നമ്മൾ സ്റ്റാക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അപ്പോൾ അതെല്ലാം മനസ്സിലാവും. അപ്പോൾ സ്റ്റാക്കിൻ്റെ മുകളിൽ തന്നെയാണ് അത് സ്റ്റോർ ചെയ്തിരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ടോപ്പിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെല്ലാം മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യുന്നു, ആ ഡേറ്റയെ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന എന്താണ്, പ്രോഗ്രാം കൗണ്ടറിൻ്റെ അഡ്രസ്സാണ്. നേരത്തെ എവിടെ നിന്നാണോ വന്നത് ആ അഡ്രസ്സാണ്. അപ്പോൾ ആ അഡ്രസ്സ് തിരിച്ച് എവിടേക്ക് തന്നെ ലോഡ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, പ്രോഗ്രാം കൗണ്ടറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യും, പ്രോഗ്രാം കൗണ്ടറിനകത്തുള്ള അഡ്രസ്സ് ഏതാണോ അവിടുന്ന് എക്സിക്യൂട്ട് ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ്, നേരത്തെ എവിടെ നിന്നാണോ വന്നത് അവിടുന്ന് എക്സിക്യൂഷൻ ചെയ്യും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാനൊന്ന് പറയാം. മൊത്തത്തിൽ ഇത് 8 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് എന്താണ് ചെയ്യുക, ഒരു ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ കറണ്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ, ഏത് ഇൻസ്ട്രക്ഷനാണോ അപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് അത് എവിടെ ഉണ്ടാവും, പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവും. അത് കൊണ്ടുവന്ന് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും, ദാറ്റ് ഈസ് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തിട്ട് എങ്ങോട്ടേക്കാണ് പോവുക, സ്റ്റോർ ചെയ്തിട്ട് ഏത് ഇൻറ്ററപ്റ്റ് ആണോ വന്നിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഇൻറ്ററപ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എവിടേക്കാണ് പോവുക, പിന്നെ ഇൻറ്ററപ്റ്റ് വെക്റ്റർ ടേബിളിലേക്ക് പോവും. വെക്റ്റർ ടേബിളിനകത്ത് എന്താണുള്ളത്, ഇൻറ്ററപ്റ്റ് പ്രോഗ്രാം ദാറ്റ് ഈസ് ISRൻ്റെ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഇൻറ്ററപ്റ്റ് വെക്റ്റർ ടേബിളിൽ നിന്ന് ആ വന്നിരിക്കുന്ന ഇൻറ്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് അഡ്രസ്സ് എടുക്കുന്നു, ഫെച്ച് ചെയ്യുന്നു. എന്നിട്ട് അത് എവിടേക്ക് സ്റ്റോർ ചെയ്യുന്നു, PC-യിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ PC-യിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൈക്രോ കൺട്രോളറിന് എന്ത് ചെയ്യാം, ഇറ്റ് ജംപ്സ് ടു ദാറ്റ് ലൊക്കേഷൻ, ആ ലൊക്കേഷനിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ കിടക്കുന്ന ഇൻറ്ററപ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. ദ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് RETI, റിട്ടേൺ ഫ്രം ഇൻറ്ററപ്റ്റ്. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മനസ്സിലായി ഇൻറ്ററപ്റ്റ് പ്രോഗ്രാം തീർന്നു. അപ്പോൾ തിരിച്ച് എവിടെ വരും, തിരിച്ച് സ്റ്റാക്കിൽ വരും. സ്റ്റാക്കിൽ വന്നിട്ട് എന്താ ചെയ്യുക, നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് പോപ്പ് ചെയ്യും, തിരിച്ചെടുക്കും. എവിടേക്ക് തന്നെ സ്റ്റോർ ചെയ്യും, PC-യിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യും. അങ്ങനെ PC-യിലേക്ക് പഴയ അഡ്രസ്സ് തിരിച്ച് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യും, മൈക്രോ കൺട്രോളർ അവിടുന്ന് ജമ്പ് ചെയ്ത് തിരിച്ച് എവിടെ വരും, നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അവിടെ എത്തുന്നു, ബാലൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഇൻറ്ററപ്റ്റ് പ്രോസസ്സിംഗ്. എന്ന് വെച്ചാൽ ഒരു ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന്. താങ്ക് യു.